വർഷങ്ങളായി കാൽപന്ത് കളിയെ പിന്തുടരുന്നവരാണ് മലപ്പുറത്തുകാർ. ഇവരുടെ ചിന്തയിലും ശരീരത്തിലും ഫുട്ബോൾ എന്ന ഈ കായിക വിനോദം അലിഞ്ഞു ചേർന്നിട്ടുണ്ട്. മൈതാനത്ത് തങ്ങളുടെ ഇഷ്ടതാരങ്ങൾ പന്ത് കൊണ്ട് തീപ്പൊരി പായിക്കുമ്പോൾ ഗ്യാലറിയിൽ ആവേശം കൊടുമുടിയിലെത്തും. ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം പിടിച്ചതാണ് മലപ്പുറത്തിന്റെ ഫുട്ബോൾ പെരുമ. സെവൻസ് ഫുട്ബോളിന്റെ ലഹരിയിലാണ് ഇപ്പോൾ നാടും നഗരവും. ഫുട്ബോൾ മലപ്പുറത്തിന്റെ ജീവതാളമായി മാറിയതിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. 1886 മലപ്പുറത്ത് ബ്രിട്ടീഷുകാർ തുടങ്ങിയ സ്പെഷ്യൽ പോലീസ് ക്യാമ്പിലെ വെള്ളക്കാരുടെ ഫുട്ബോൾ കമ്പം ക്രമേണ നാട്ടുകാരിലേക്കും പകർന്നു. ബ്രിട്ടീഷ് നേവി ടീമിൽ കളിച്ച പൂക്കോട്ടൂരുകാരനായ ഇരുമ്പൻ മൊയ്തീൻകുട്ടി വിഭജനത്തിനു ശേഷം പാകിസ്ഥാൻ ദേശീയ ടീമിന്റെ ക്യാപ്റ്റനും പിന്നീട് പരിശീലകനുമായി. ഇന്നും മലപ്പുറത്തുകാരുടെ സിരകളിൽ ആവേശത്തിന്റെ ലഹരി പടർത്തുന്ന ഏക കായിക വിനോദം ഫുട്ബോൾ മാത്രമാണ്. കേരള സെവൻസ് ഫുട്ബോൾ അസോസിയേഷന് കീഴിൽ ഈ സീസണിൽ മാത്രം ഇവിടെ നടക്കുന്നത് 20-ൽ കൂടുതൽ ടൂർണമെന്റുകളാണ്. ഇതിൽ ഏറ്റവും പഴക്കമുള്ളതാണ് പെരിന്തൽമണ്ണയിൽ നടക്കുന്ന ഖാദർ അലി ഫുട്ബോൾ. പെരിന്തൽമണ്ണ സംബന്ധിച്ച് 45ാമത് ടൂർണമെന്റാണ് ഖാദർ അലി ടൂർണമെന്റ്. കേരളത്തിൽ തന്നെ 45 ടൂർണമെന്റ് നടത്തിയ ഒരു ക്ലബും പിന്നെ വേറെ ഈ ഖാദർ അലി മാറ്റി നിർത്തിയ വേറെ ഒരു ക്ലബും ഉണ്ടാവില്ല എന്ന് ഞങ്ങൾക്ക് പറയാൻ കഴിയും. ഈ ക്ലബിലൂടെ തന്നെ ഒട്ടനവധി കളിക്കാരെ ഞങ്ങൾക്ക് വാർത്തെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മളെ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള മുൻ സ്റ്റേറ്റ് താരമാണ് KSCB കളിച്ച സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള ഒട്ടനവധി താരങ്ങളെ നമുക്ക് ഈ ഖാദർ അലി ക്ലബിലൂടെ കളിച്ച് വളർത്തിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഫുട്ബോളിനെ വളർത്തിയെടുക്കാൻ ഒട്ടനവധി പ്രവർത്തനങ്ങൾ ഖാദർ അലി സ്പോർട്സ് ക്ലബ്ബ് നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഖാദർ അലി ക്ലബിലൂടെയാണ് കളിച്ചു വളരുന്നത്. ഷൂ എല്ലാം വാങ്ങി തന്നത് അവിടുന്നാണ് ഖാദർ മുഹമ്മദ് അലി സ്പോർട്സ് ക്ലബിലൂടെയാണ് നമ്മൾ വരുന്നത്. പിന്നെ മലപ്പുറം സോക്കറിന് കളിച്ച് ആ വർഷത്തിലാണ് ജൂനിയർ കേരള കളിച്ചത്. പിന്നെ സിവിൽ സർവീസ് 4 വർഷം കേരള ടീമിലുണ്ടായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ വർഷം അല്ലാത്ത എല്ലാ ജില്ലാ ടീമിലുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം കളിച്ചിട്ടില്ല. കൊയ്ത്തു കഴിഞ്ഞാൽ നെൽപ്പാടങ്ങൾ പിന്നെ ഫുട്ബോളിന് വഴിമാറും. ഇവിടെ കളിച്ചു വളർന്ന ദേശീയ ടീമിലെത്തിയവർ നിരവധി. പ്രധാനമായിട്ടും ഫാമിലിയിൽ നിന്നൊരു സപ്പോർട്ട് നന്നായിട്ട് വേണം. അപ്പോൾ അതും കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. എൻ്റെ വീട്ടിൽ പേഴ്സണലായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ ഈ ഫുട്ബോൾ തന്നെ കളിച്ചു. കാരണം എല്ലാവരും ഫുട്ബോളിനെ ഇഷ്ടപ്പെടുന്നവരാണ്. ഉമ്മയുടെ ഫാമിലി ആണെങ്കിലും വാപ്പയുടെ ഫാമിലി ആണെങ്കിലും അങ്ങനെ ഒരു സപ്പോർട്ട് ഉള്ളത് കൊണ്ട് മാത്രമാണ് എനിക്ക് കളിക്കാൻ കഴിഞ്ഞത് എന്നുള്ള വിശ്വാസമുണ്ട്. കാരണം നാട്ടിൽ നല്ലൊരു ടീം. കുടുംബത്തിൽ നല്ല സപ്പോർട്ടാണ്. ഉമ്മയും നല്ല സപ്പോർട്ടാണ്. ഫുട്ബോൾ പ്രേമികളാണ്. പിന്നെ എളാപ്പാരും പിന്നെ അതേപോലെ മൂത്താപ്പാരൊക്കെ ഭയങ്കര സപ്പോർട്ടാണ്. മാമന്മാരൊക്കെ നല്ല സപ്പോർട്ടാണ് കാര്യങ്ങളും. രാജ്യത്തെ വിവിധ പ്രൊഫഷണൽ ക്ലബ്ബുകളിലും മലപ്പുറത്തിന്റെ സാന്നിധ്യമുണ്ട്. എന്നാൽ കളിക്കാരെക്കാൾ കളിക്കമ്പക്കാരാണ് മലപ്പുറത്തിന്റെ കാൽപന്ത് കളിയെ സജീവമാക്കുന്നത്. ഒരു കൂട്ടായ്മയുടെ കൂടെ ഒരു ഉത്സവമായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം ഇത് എല്ലാം മറന്ന് കളി കാണാനുള്ള ഒരു ആവേശം, അല്ലെങ്കിൽ അതിൽ ആര് വിജയിക്കുന്നുള്ളതിനേക്കാൾ കൂടുതൽ ഈ കളിയോടും അല്ലെങ്കിൽ ഈ കളി കാണാനെത്തുന്നവരുടെ ഒരു ആവേശം, എനിക്ക് തോന്നുന്നു ഒരു ജനതയുടെ കൂട്ടായ്മയുടെ, ഒരു ഗ്രാമത്തിൻ്റെ നൈർമല്യത്തിൻ്റെയും അവരുടെ ഒരു മനസ്സിലുള്ള ഒരു ഈ സ്പോർട്സിനോടുള്ള ഒരു ആദരവിൻ്റെ ഒക്കെ ഏറ്റവും വലിയ സിമ്പലായിട്ടാണ്. യൂറോപ്യൻ ഫുട്ബോളിന്റെ വീറും വാശിയുമാണ് ഇവിടെ സെവൻസ് ടൂർണമെന്റിലൂടെ പുനർജനിക്കുന്നത്. രാത്രികാലങ്ങളിൽ നടക്കുന്ന ഫ്ലഡ് ലൈറ്റ് മാച്ചുകൾ കാണാനായി ഇരച്ചെത്തുന്നത് 10,000-ങ്ങളാണ്.
അപ്പുറം പൊതുവെ സെവൻസാണ് മെയിന്. ഓൾ ഇന്ത്യ ഒന്നുമില്ലല്ലോ, ഒരു 12 വർഷം മുമ്പ് ഓൾ ഇന്ത്യ ഉണ്ടായിരുന്നു. അതായത് 13 ഓൾ ഇന്ത്യ കളിക്കുന്നത് കേരളത്തിൽ. ശ്രീനാരായണ, മറ്റേ ചാക്കോള, മറ്റേ കോഴിക്കോട് ഗായജി, അങ്ങനെ പല ടൂർണമെൻറ്റ്. ഇപ്പോൾ ഈ സെവൻസ് വന്നിട്ടാണ് ഇപ്പോൾ കളിക്കാർക്ക് ഏറ്റവും കൂടുതൽ ഇത് കിട്ടുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ സെവൻസിന് ഇത്ര പേര്. ഇനിയിപ്പോൾ സെവൻസൊക്കെ പോവും ഓട്ടോമാറ്റിക്കായിട്ട്. ഇപ്പം നമുക്ക് നല്ല സ്റ്റേഡിയം വന്നു, എല്ലാം വന്നു. അതേമാതിരി ഈ സ്റ്റേഡിയം തന്നെ ഇനി സെവൻസ് കളിക്കാൻ കിട്ടുമോ സംശയം. അതൊക്കെ സ്റ്റോക്കായി കഴിഞ്ഞാൽ ഇനി കിട്ടില്ല. അത് ഏഷ്യ, ആഫ്രിക്ക രാജ്യങ്ങളിൽ നിന്നായി ഈ സീസണിൽ വിവിധ ടീമുകൾക്കായി കളിക്കാൻ 50-ലേറെ പേരാണ് മലപ്പുറത്ത് എത്തിയിരിക്കുന്നത്. എന്നാൽ ഒരു ടീമിൽ ഒന്നിലധികം വിദേശ കളിക്കാരെ ഉൾപ്പെടുത്തരുതെന്ന നിബന്ധനയുണ്ട്. സ്വദേശികൾക്ക് കൂടുതൽ അവസരം നൽകാനാണ് ഇങ്ങനെയൊരു തീരുമാനം. Okay, please, I'm very, very happy that I'm here now. Okay. And I'm very, very happy that this competition has been hosted. Okay. Then, as we are playing 1-1, the game is interesting as I'm seeing it. And the referee are trying their best. And I see spectators here. I'm very, very happy for the competition. I'm very, very happy. Football is my life. I'm enjoying football. And I love football. So you're coming every year? This is my second time coming to Kerala. This is my second time coming to Kerala. I played here last season. This is my second season. Today I'm playing for Amajina, Sheprasheri. ഫുട്ബോൾ ഇവർക്കൊരു ലഹരിയാണ്. സെവൻസ് ഫുട്ബോളിനെത്തുന്ന ആവേശത്തോടെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെയും സ്പാനിഷ് ലീഗിലെയും കളികൾ കാണാൻ ഇവർ ഉറക്കമൊഴിച്ച് ടിവിക്ക് മുന്നിൽ ഒത്തുകൂടും. മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ വീഴ്ചകളും ബാഴ്സലോണയുടെ സാധ്യതകളും കളിയെഴുത്തുകാരെ പോലും വിസ്മയിപ്പിക്കും വിധം ഇവർ വിലയിരുത്തും. മലപ്പുറത്തിന്റെ കായിക വിനോദം എന്ന് പറഞ്ഞാൽ അത് ഫുട്ബോൾ മാത്രമാണ്. ദയവേത് കാണികൾ ഗ്രൗണ്ടിലേക്ക് പ്രവേശിക്കുന്നത്. പതിമൂന്നുകാരനായ സാഹിദ് സഫർ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു. അതെ,